ഹലോ ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ചെങ്കുറുണ്ടാമ്പാറ എന്ന സ്ഥലത്താണ്. പുറ്റടിയും കടച്ചിക്കടവിനും ഇടയിലായിട്ട് ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നത്. അതുകൊണ്ടോ അതാണ് ചെങ്കുറുണ്ടാമ്പാറ. വലുത് അങ്ങോട്ട് കയറി പോകണമെങ്കിൽ നമുക്കൊരു അമ്പലവും കാര്യമൊക്കെ ഉണ്ട്. നമുക്കൊരു ദിവസം എടുക്കാം. ഇന്നിപ്പോൾ സമയമില്ല. പിന്നെ ഇതിൽ അങ്ങ് കയറി പോവുകയാണെങ്കിൽ ഈ മാർബിളിനൊക്കെ മുറിച്ച പാറ ഒക്കെ ഉള്ളൊരു സ്ഥലമുണ്ട്. നമുക്കത് കയറിപ്പോയി കാണാം. അപ്പോൾ ഇവിടെ വരെ വന്നപ്പോൾ അമ്പാടിയുടെ കട ഒരു ചെറിയ കട കണ്ടു. അപ്പൊ അവിടെ കാപ്പി പറഞ്ഞു. നല്ല അടിപൊളി ബ്രൂ കോഫി വിത്തോട് കുടിച്ചോണ്ട് നിൽക്കുവാണ്. ഞാൻ അടുത്തൊന്ന് മേളിൽ ചെന്നിട്ട് കാണാം. അതുകൊണ്ടോ വലിയ പാറകളാ. അതുകൊണ്ടോ ലൈൻ കമ്പിയുടെ സ്റ്റേ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പാറ, ഇവിടെ കാട്. വണ്ടി പോകും കേട്ടോ, പക്ഷെ വണ്ടി താഴെ പാർക്ക് ചെയ്തേ. ഇവിടെ നടന്ന് കയറുക. അപ്പൊ നമുക്ക് മേളിൽ ചെന്നിട്ട് ബാക്കി വിശേഷം കാണാവേ. എന്ത് പാറയാ! നമുക്ക് ഈ പാറ വഴി ഒന്ന് കയറിപ്പോയി നോക്കാവേ. പദ്ധതി മടുത്തു, എന്നാലും നിങ്ങളെ കാണിക്കണമല്ലോ. അയ്യോ, ഇത് കണ്ടോ? ഏരിയ മൊത്തം പാറ. ഇത് കണ്ടോ? ഇത് മാർബിളിന് വേണ്ടി കട്ട് ചെയ്തതാ കേട്ടോ. അപ്പിച്ചിലുണ്ട്. ഇത് കണ്ടോ പാറ? ഈ പാറ മാർബിളിന് വേണ്ടി കട്ട് ചെയ്തതാ. പിന്നെ എന്താ ഇഷ്യൂ വന്നത്? ഇത് നിർത്തലാക്കിയേ. ഇതുകൊണ്ടോ ഇത് ചെങ്കല്ല് കളറ്, ചെങ്കല്ല് കളറ് ഉണ്ടോ? കൂട്ടിയിട്ടേക്കുവാ. ഉണ്ടോ? കൂട്ടിയിട്ടേക്കുവാണേ. ഈ സൈഡും ഉണ്ട്. അയ്യോ, നല്ല രസമുണ്ട് കേട്ടോ. ഉണ്ടോ? നല്ല നമ്മുടെ ടേബിളൊക്കെ പോലെ നല്ല ഷേപ്പ് കട്ട് ചെയ്തിട്ടേക്കുന്ന പാറ ഉണ്ടോ? അയ്യോ, ഇത് നിർത്തലാക്കിയില്ലെങ്കിൽ കോടികൾ വരുമാനം വരണം. മേളോട്ട് കയറി നോക്കാവേ. മടുത്തു. ഹൈറ്റിലങ്ങ് കയറി പോകാം. റിസ്ക് ആണ്. നമുക്ക് കയറാം. ഈശ്വരാ, ഇവിടെയൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ. ഈശ്വരാ, എന്ത് രസമാണോ! എന്ത് രസമാണോ! നമ്മൾ വന്നിരിക്കണോ? കേട്ടോ, ഇവിടെ നിന്ന് നമ്മളിങ്ങനെ കയറാൻ തുടങ്ങി. ഇതെങ്ങനെ കയറും? പക്ഷെ പ്രകൃതി ഭംഗി എന്ന് പറഞ്ഞ എന്തൊരു പ്രകൃതി ഭംഗി! കുപ്പിച്ചിലുണ്ടേ. നിങ്ങള് ഇടുക്കി ജില്ല വന്ന പുറ്റടി ചെങ്കുറുണ്ട ഇവിടെ വരാൻ മറക്കരുത്. ഭക്ഷണമൊക്കെ കയ്യെ കരുതിക്കോണേ. ഇതുകൊണ്ടോ അതാണ് ചെങ്കുറുണ്ട പാറ. അതുകൊണ്ടോ ചെങ്കുറുണ്ട പാറ. ആ മഴ ഇപ്പൊ പ്രതിഷ്ഠ പോലെയാണ്. വേണ്ടോ? കല്ല് വെച്ച് തന്നെ ആ മാർബിളിന് വേണ്ടി എടുത്തപ്പോഴേ അവര് പണിത് ഉണ്ടാക്കിയതെന്ന് തോന്നേ. സാമ്പ്രാണി ഇതൊക്കെ കിടപ്പുണ്ട്. എന്താ സംഭവം എന്നറിയത്തില്ലേ. എന്തോ ഇങ്ങനെ ഇങ്ങനെ ഇട്ടേക്കുന്നുണ്ടോ? വിളക്കും ഒക്കെ ഇരിപ്പുണ്ട്, കൽവിളക്കൊക്കെ. ഇതുകൊണ്ട് താഴെ റോഡിൽ കൂടെ ബസ് പോന്നു. നമ്മളത്ര ഹൈറ്റിലാണ് നിൽക്കുന്നത്. ഇതുകൊണ്ടോ നമ്മൾ പോകുമ്പോൾ നമ്മൾ മൂന്നാറൊക്കെ ചെന്ന പോലെ ഇതുകൊണ്ട് തേയിലും അതൊരു അത്ഭുതമായിരിക്കും. ഒരു വശം മൊത്തം തേയിലത്തോട്ടോ കേട്ടോ. തേയില നമ്മൾ ചായ ഇട്ട് കുടിക്കുമല്ലേ, ആ തേയിലച്ചെടിയാണിത്. ഇതുണ്ടോ ഇങ്ങനെ നുള്ളി എടുക്കുവേ.
ഇത് കണ്ടോ, ഇതിങ്ങനെ നുള്ളി എടുത്താണ് നമ്മൾ മെഷീനിലിട്ട് പൊടിച്ച് ഉണങ്ങിയെടുക്കുന്ന നമ്മൾ ചായക്കകത്തിടുന്ന തേയിലപ്പൊടിയായിട്ടും ഇതിൻ്റെ ഗ്രീൻ ടീ ആയിട്ടും ഒക്കെ വരുന്നത് ഈ തേയിലയാ. ഇതെല്ലാം എടുത്ത് നിർത്തിയേക്കുന്ന ഇപ്പം ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. ഇടുക്കിയുടെ സ്വന്തം തേയില. മണം കണ്ടോ, കൊള്ളാം. ഒരു എസ്റ്റേറ്റിൻ്റെ അകത്ത് വന്നിരിക്കുവാണേ. ഒരു പഴയ കാല കണ്ടപ്പോളേ ഒരു പഴയ കാല ഒരു ലയമായിരുന്നു തോന്നുന്നു. നോക്കിക്കേ, നല്ല രസമുണ്ട് കേട്ടോ. ഏലം എസ്റ്റേറ്റാണേ. ഇപ്പൊ ഇങ്ങനെയൊന്നും കാണാനില്ല. നെല്ലിക്ക കല്ല് കെട്ടിയ ഒരു ബിൽഡിങ്, നല്ല വിലവത്ത. കല്ല് കെട്ടിയ ഒരു ബിൽഡിങ് ഉണ്ടോ, നല്ല തൂത്തുവാരി നല്ല വൃത്തിയാക്കി ഇട്ടേക്കോ. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ വന്നിരിക്കെ. ഓ കണ്ട, കൊള്ളാം. അങ്ങോട്ട് മൊത്തം എസ്റ്റേറ്റാ. ഏലക്കാടിന് നടുവിൽ ഒരു കല്ല് കെട്ടിയ പഴയൊരു ബംഗ്ലാവ് എന്ന് പറയും. പഴയൊരു ബംഗ്ലാവ്. മുറ്റമല്ല, നമ്മളിപ്പോഴാണെങ്കിൽ നമ്മൾ ഇതുപോലെ പുല്ല് വെച്ച് പിടിപ്പിക്കും. ഇതൊക്കെ സ്വമേധയാ തന്നെ വളർന്നു നിൽക്കുന്നതാണ്. ആ പ്രകൃതിയാണ് ഈ ചുരുക്കിയിരിക്കുന്നതാണേ. നല്ല ഭംഗിയുണ്ട്. എന്താ കല്ല് കെട്ട്, ഇപ്പൊ നല്ല കല്ല് കെട്ട്. അല്ല അതുകൊണ്ടോ ചെങ്കല്ല്, കരിങ്കരല്ല ചെങ്കല്ല് വെച്ച് കെട്ടിയേക്കുന്നൊരു ബിൽഡിങ്ങാ. ഇയാലെയൊക്കെ കല്ല് വെച്ച് കെട്ടിയേക്കുന്നേ. നെല്ലിക്ക കിടക്കുന്നുണ്ടോ, പണ്ടൊക്കെയാണ് തിരക്കി തിന്നേനെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പൊ എല്ലാവരും ഹണീസ് വ്ലോഗ് കാണുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ളവരെയും കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കുക. ഓക്കെ, ബൈ.